നമസ്കാരം. അറിയപ്പെടാത്ത രഹസ്യത്തിന്റെ പീരുമേട്ടിലെ ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോവാൻ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജന്റെ മനസ്സനുവദിച്ചില്ല. ജയന്റെ ശരീരം അഗ്നിയേറ്റുവാങ്ങിയ ആ രാത്രിയിൽ 2 ദിവസത്തേക്ക് ഷൂട്ടിങ്ങിൽ നിന്നും പിന്മാറി സംവിധായകൻ വേണുവിനോടും പ്രേംനസീറിനോടും അനുവാദം വാങ്ങി ത്യാഗരാജൻ മദുരാശിയിലേക്ക് വണ്ടി കയറി. സാഹസിക രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ ചെയ്യുമ്പോഴെല്ലാം ജയന്റെ ജീവന് അപകടം പറ്റാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ കൈക്കൊണ്ടിരുന്ന ത്യാഗരാജനെ ആ വേർപാട് ശരിക്കും വേദനിപ്പിച്ചിരുന്നു. തീതുപ്പിപ്പായുന്ന മദ്രാസ് മെയിലിൽ ഒരുപോലെ കണ്ണടയ്ക്കാനാവാതെ ജയന്റെ ഓർമ്മകളിൽ വീർപ്പുമുട്ടി ത്യാഗരാജനിരുന്നു. ഹെലികോപ്റ്റർ അപകടം എങ്ങനെ സംഭവിച്ചു? തന്റെ ശിഷ്യൻ കൂടിയായ സ്റ്റണ്ട് മാസ്റ്റർ വിജയൻ മുൻകരുതലുകൾ വേണ്ട പോലെ എടുത്തില്ലേ? ജയന്റെ അതിസാഹസികതയായിരുന്നു മരണകാരണം. ട്രെയിനിന്റെ വേഗതയ്ക്കപ്പുറം ഒരുപാട് ചോദ്യങ്ങൾ ത്യാഗരാജൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് കാലത്ത് വണ്ടി മദ്രാശിയിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരിലൊരാളാണ് എപ്പോഴോ തളർന്നുറങ്ങിയ ത്യാഗരാജനെ തട്ടി വിളിച്ചുണർത്തിയത്. ക്ഷീണിതനായി അതിലേറെ തകർന്ന മനസ്സുമായി വീട്ടിലെത്തിയ ഭർത്താവിനെ കണ്ടപ്പോൾ ഭാര്യ പൊട്ടിക്കരഞ്ഞു. "ഇനി നിങ്ങൾ ഈ പണിക്ക് പോകല്ലേ?" കണ്ണീരോടെ ഭാര്യ പറഞ്ഞു. "കുറച്ചുനേരം ഞാൻ ഉറങ്ങട്ടെ, ഇപ്പൊ എന്നോടൊന്നും പറയല്ലേ." അതിനപ്പുറം ഒന്നും മിണ്ടാതെ ത്യാഗരാജൻ കിടപ്പുമുറിയിലേക്ക് പോയി. ജയന്റെ മരണത്തോടെ നിലച്ചുപോയത് അറിയപ്പെടാത്ത രഹസ്യത്തിന്റെ ചിത്രീകരണം മാത്രമായിരുന്നില്ല. ജയൻ നായകനായി അഭിനയിച്ചുകൊണ്ടിരുന്ന 7ഓളം സിനിമകളുടെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതിനു പുറമെ കരാർ ഒപ്പിട്ട 25ഓളം ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റാരെ കൊണ്ട് ചെയ്യിച്ചാലും ശരിയാവില്ല എന്ന പൂർണ്ണ ബോധ്യത്താൽ നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചു. ആ സിനിമകളിൽ മിക്കതിന്റെയും സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനായതുകൊണ്ട് അദ്ദേഹത്തിനും സംഘത്തിനും ഏറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ അതിലായിരുന്നില്ല ത്യാഗരാജന്റെ വേദന. തന്റെ പ്രിയപ്പെട്ടവന്റെ മരണത്തിലായിരുന്നു ആ മനസ്സ് പിടഞ്ഞത്. വീട്ടിൽ തങ്ങിയ 2 ദിവസം ത്യാഗരാജനോട് ഭാര്യ ആവർത്തിച്ചു പറഞ്ഞത് സിനിമയിലെ സ്റ്റണ്ട് നിർത്തിപ്പോരാനാണ്. പക്ഷേ പോയേ തീരൂ എന്ന അവസ്ഥയിലായിരുന്നു ത്യാഗരാജൻ. അതിനു മുൻപ് കോളിളക്കത്തിന്റെ സ്റ്റണ്ട് മാസ്റ്റർ വിജയനെ ത്യാഗരാജൻ കാണാൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് രാത്രി വിജയൻ ത്യാഗരാജനെ തേടി വീട്ടിലെത്തി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് ജയൻ സാറിനോട് പറഞ്ഞതാണ്. പക്ഷേ സാറിന് പെർഫെക്ഷൻ മതിയായിരുന്നില്ല." തലയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന ജയന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആവില്ലായിരുന്നുവെന്ന് വിജയൻ പറഞ്ഞപ്പോൾ ത്യാഗരാജൻ കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. സിനിമയിൽ വന്ന കാലം മുതൽ ചോര കണ്ടാണ് ത്യാഗരാജൻ വളർന്നത്. ഓരോ അനുഭവവും മനസ്സ് മരവിപ്പിച്ചു, അല്ലാതെ കരയേണ്ടി വന്നിട്ടില്ല. എന്നാൽ നേരിൽ കാണാത്ത ഒരു അപകട മരണത്തെക്കുറിച്ച് കേട്ടപ്പോഴുള്ള ത്യാഗരാജന്റെ കരച്ചിലിൽ വീട് പോലും തേങ്ങിപ്പോയി. മരിച്ച വ്യക്തി ആരായിരുന്നുവെന്ന് ത്യാഗരാജന് അറിയും പോലെ മറ്റാർക്കറിയാം? 2 നാൾ കഴിഞ്ഞ് അറിയപ്പെടാത്ത രഹസ്യത്തിന്റെ പീരുമേട്ടിലെ ലൊക്കേഷനിൽ ത്യാഗരാജനെത്തി. ജയന്റെ മരണം സൃഷ്ടിച്ച ഷോക്കിൽ നിന്നും ആരും മുക്തരായിട്ടില്ല. എല്ലാവരുടെയും മുഖത്തും വാക്കുകളിലും ആ വേദനയുടെ നിഴൽ കാണാമായിരുന്നു. ജയന്റെ ദുരന്തത്തെക്കുറിച്ചാണ് സിനിമാ ലോകം മുഴുവൻ ചർച്ച ചെയ്തത്. ജയനെ നായകനാക്കി ഷൂട്ടിംഗ് തുടങ്ങിയ പല സിനിമകളും പാതി വഴിയിൽ നിർത്തിവെക്കേണ്ട അവസ്ഥയായിരുന്നു. അറിയപ്പെടാത്ത രഹസ്യത്തിൽ ക്ലൈമാക്സ് ഫൈറ്റ് ഉൾപ്പെടെ ജയന്റെ 10ഓളം സീനുകൾ എടുക്കാനുണ്ടായിരുന്നു. ഒരുപാട് ആലോചനകൾക്കു ശേഷം സംവിധായകൻ വേണുവിന് കഥാഗതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായി വന്നു. ഒടുവിൽ ചിത്രീകരിക്കാതെ പോയ ജയന്റെ ഭാഗങ്ങൾ ഡ്യൂപ്പിനെ വെച്ച് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. ക്ലൈമാക്സ് ഫൈറ്റ് ജയനില്ലാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴെല്ലാം നിരാശയിലായിരുന്നു ത്യാഗരാജൻ. ജയന്റെ അഭാവത്തിൽ ഏറെ വിഷമത്തോടെയാണ് ത്യാഗരാജൻ സംഘട്ടനം പൂർത്തീകരിച്ചത്. ജയനില്ലാത്ത ക്ലൈമാക്സ് ഫൈറ്റ് ചിത്രത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ത്യാഗരാജൻ മുൻപേ മനസ്സിലാക്കി. മികച്ച ഒരു ആക്ഷൻ സിനിമയായി മാറേണ്ടിയിരുന്ന അറിയപ്പെടാത്ത രഹസ്യം മികച്ച സാമ്പത്തിക വിജയം നേടിയെങ്കിലും നിർണായകമായ പല രംഗങ്ങളിലും ജയനില്ലാത്ത കാരണത്താൽ പ്രേക്ഷകരിൽ വലിയ ആവേശം സൃഷ്ടിക്കാൻ കഴിയാതെ കടന്നുപോയി. അപ്പോഴേക്കും മലയാള സിനിമ പുതിയൊരു ജയനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ജയന്റെ രൂപസാദൃശ്യമുള്ളവർ, ആകാര ഭംഗിയുള്ളവർ, ഇങ്ങനെ നിരവധി പേരെ പരീക്ഷിച്ചു നോക്കാൻ പ്രമുഖ സംവിധായകർ മുന്നോട്ട് വന്നു. അങ്ങാടിയിലൂടെ ജയനെ ജനകീയ നടനാക്കിയ IV ശശി ജയന് പകരമായി കണ്ടെത്തിയത് രതീഷിനെയായിരുന്നു. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ഇടിമുഴക്കം തുടങ്ങിയ ജയൻ ചിത്രങ്ങളിൽ അഭിനയിച്ച രതീഷിന് ജയനുമായി വിദൂര സാദൃശ്യം പോലുമില്ലാഞ്ഞിട്ടും തുഷാരം എന്ന ബിഗ് ബജറ്റിൽ IV ശശി രതീഷിനെ തന്നെ നായകനാക്കാൻ തീരുമാനിച്ചു. ആ പയ്യന് ഒരു മെയ്വഴക്കവുമില്ല. ജയന്റെ റോളുകൾ ചെയ്യാൻ അയാൾക്കാകുമോ? ത്യാഗരാജന്റെ ചോദ്യത്തിന് IV ശശിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: "ജയനില്ല എന്ന് കരുതി സിനിമാ നിർമ്മാണം നിർത്തിവെക്കാനാവുമോ?" ശശി രതീഷിൽ വിശ്വാസമർപ്പിച്ചു. ആക്ഷൻ സീനുകളിൽ രതീഷിന്
പ്രത്യേക പരിശീലനം നൽകാൻ ത്യാഗരാജനെ ചുമതലപ്പെടുത്തി. പിന്നീടെല്ലാം ത്യാഗരാജന്റെ ശിക്ഷണത്തിലായിരുന്നു. തുഷാരത്തിനു വേണ്ടി രതീഷിനെ സ്റ്റണ്ട് പഠിപ്പിക്കുകയായിരുന്നു ത്യാഗരാജൻ. IV ശശിയുടെ സംവിധാന മികവ് കൂടിയായപ്പോൾ രതീഷ് കൊള്ളാമല്ലോ എന്ന് സിനിമാ ലോകം പറഞ്ഞു തുടങ്ങി. IV ശശിയെ പോലെ മറ്റു പല സംവിധായകരും മറ്റൊരു ജയനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. പുതുമുഖങ്ങളായി രംഗപ്രവേശം ചെയ്ത പല നടന്മാരും ജയന്റെ സിംഹാസനം മോഹിച്ചെത്തി. പലരെയും സംവിധായകർ പരീക്ഷിച്ചു നോക്കി. രതീഷിനെ തുടർന്ന് രവീന്ദ്രനും മമ്മൂട്ടിയുമൊക്കെ ആക്ഷൻ വേഷങ്ങളിൽ വന്നെങ്കിലും ആ രംഗത്തവർക്കൊന്നും ശോഭിക്കാൻ കഴിഞ്ഞില്ല. സ്റ്റണ്ട് മാസ്റ്റർ എന്ന നിലയിൽ മാത്രമല്ല, ജയന്റെ കഴിവുകളെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള ത്യാഗരാജൻ തുറന്നു പറഞ്ഞു, സത്യൻ ഒന്നേയുള്ളൂ, അതുപോലെ ജയനും ഒന്നേയുള്ളൂ, അവർക്ക് പകരം വെക്കാൻ മറ്റൊരാളെ കിട്ടില്ല. ജയന്റെ മരണം ആരാധകരിലുണ്ടാക്കിയ ഞെട്ടലും വേദനയും മുതലെടുക്കാനുള്ള പല പ്രവണതകളും അന്ന് സിനിമയിൽ നടന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന രഘുവിനെ ഭീമൻ എന്ന സിനിമയിൽ അവതരിപ്പിച്ചുകൊണ്ട് ജയന് പകരക്കാരനെ സൃഷ്ടിക്കാൻ നോക്കിയെങ്കിലും പ്രേക്ഷകർക്ക് രഘുവിനെ ജയന്റെ സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞില്ല. ശരീര സൗന്ദര്യവും സാഹസികതയും അഭിനയശേഷിയും ഒത്തിണങ്ങിയ ജയനെ പോലൊരു നടനെ കണ്ടെത്താൻ മലയാള സിനിമയ്ക്കായില്ല. ഒടുവിലാണ് ജയന്റെ സഹോദരൻ സോമൻ നായരെ രംഗത്തിറക്കുന്നത്. അയാളെ വെറുതെ വിട്ടുകൂടെ സാർ? സംവിധായകൻ ശശികുമാറിനോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ ത്യാഗരാജനുള്ള ധൈര്യം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നായിരുന്നു ശശികുമാറിന്റെ മറുപടി. അജയൻ എന്ന് പേരിട്ട് ശശികുമാർ സോമൻ നായരെ സിനിമയിൽ അവതരിപ്പിച്ചെങ്കിലും ജയന്റെ സഹോദരൻ എന്ന വിശേഷണമല്ലാതെ സിനിമയിൽ ഒരു ചെറു ചലനം പോലും സൃഷ്ടിക്കാൻ അജയനായില്ല. ജയനായില്ലെങ്കിലും സ്റ്റണ്ടിലും സാഹസികതയിലും പ്രതീക്ഷ നൽകുന്ന ഒരാൾ വളർന്നു വരുന്നുണ്ട് എന്ന ത്യാഗരാജന്റെ വാക്കുകൾ കേട്ട IV ശശി ചോദിച്ചു, ആരാണയാൾ? സഞ്ചാരിയിൽ ജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഒന്നാം തരം ഫൈറ്റാണ്, പറഞ്ഞു കൊടുത്താൽ ഇരട്ടി റിസൾട്ടാണ്, മാസ്റ്റർ പറഞ്ഞു. അപ്പോഴും IV ശശി ചോദിച്ചുകൊണ്ടിരുന്നു, അപ്പച്ചൻ മുതലാളിയുടെ പടത്തിലെ വില്ലൻ തിരുവനന്തപുരത്തുകാരൻ പയ്യനോ? അതെ, അയാൾ തന്നെ. ത്യാഗരാജന്റെ വാക്കുകളിൽ നിന്ന് ശശി ആളെ മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു, അയാൾ എന്റെ പുതിയ സിനിമയിലെ വില്ലനാണ്. മാഷ് പറഞ്ഞതാണ് ശരി, അയാൾ തീർച്ചയായും ഉയരങ്ങളിലെത്തും. മറ്റൊരു ജയനെ കണ്ടെത്താനുള്ള പരീക്ഷണം അയാളിൽ ആരും നടത്തിയില്ല. തുടക്കം മുതലേ അയാൾക്ക് അയാളുടേതായ അഭിനയ രീതി ഉണ്ടായിരുന്നു. സംഘടന രംഗത്ത് മികവ് പുലർത്താനുള്ള മേവഴക്കവും. ഉയരങ്ങളിലെത്തും എന്ന് IV ശശി പറഞ്ഞ നടനെക്കുറിച്ച് ത്യാഗരാജൻ ഇത്രയും കൂടി ചേർത്തു പറഞ്ഞു, സഞ്ചാരിയിലെ ഫൈറ്റ് സീൻ കഴിഞ്ഞപ്പോൾ ജയനും എന്നോട് പറഞ്ഞിരുന്നു, മാസ്റ്റർ, ആ പയ്യൻ മിടുക്കനാണ്, അയാൾ വളർന്നു വരും. മരണത്തിന് മുൻപ് ജയൻ പറഞ്ഞ ആ നടന്റെ പേര് മോഹൻലാൽ എന്നായിരുന്നു.